റിലീസിന് മുൻപുള്ള സംവിധായകന്റെ അപ്രതീക്ഷിത മരണവും അതിനുശേഷം രംഗങ്ങളിൽ വരുത്തിയ മാറ്റങ്ങളും കൊണ്ട് ഏറെ വിവാദം സൃഷ്ടിച്ച ഒരു സിനിമയുണ്ട്. 1999 റിലീസിനെത്തിയ സ്റ്റാൻലി കുബ്രിക്കിന്റെ ഐസ് വൈഡ് ഷട്ട്. ലോകം കണ്ട മികച്ച സംവിധായകരിൽ ഒരാളായ സ്റ്റാൻലി കുബ്രിക്ക് തന്റെ മരണത്തിനു മുൻപ് ലോകത്തിനു മുന്നിൽ കാഴ്ചവെച്ച സിനിമയിൽ മനുഷ്യ മനസ്സിലെ സങ്കീർണതകളെയും ഫാന്റസിയെയും നിഗൂഢതയുടെ രസം ചേർത്ത് അവതരിപ്പിക്കുന്നുണ്ട്. സുഹൃത്തായ ഫെഡറിക് റാഫേലിന്റെ ഒപ്പം സൃഷ്ടിച്ച തിരക്കഥ ഏകദേശം 2.5 വർഷത്തോളം എടുത്താണ് അദ്ദേഹം പൂർത്തിയാക്കിയത്. എ ഡ്രീം നോവൽ എന്ന അർത്ഥം വരുന്ന ആർതർ ഷ്നിറ്റ്സറിന്റെ ട്രോം നോവെല്ലയാണ് ഐസ് വൈഡ് ഷട്ട് എന്ന സിനിമയ്ക്ക് ആധാരമായത്. ജർമ്മൻ ഭാഷയിൽ എഴുതപ്പെട്ട ഈ പുസ്തകത്തിൽ നിന്നും ഏറെ മാറ്റങ്ങൾ വരുത്തിയാണ് കുബ്രിക്കും റാഫേലും തിരക്കഥയൊരുക്കിയിരിക്കുന്നത്. കഥ കൊണ്ടും സംവിധാന രീതി കൊണ്ടും ചിത്രീകരിച്ചിരിക്കുന്ന രംഗങ്ങൾ കൊണ്ടും ഏറെ ശ്രദ്ധിക്കപ്പെട്ട കുബ്രിക്കിന്റെ കലാസൃഷ്ടി 400 ദിവസങ്ങൾ നീണ്ടുനിന്ന തുടർച്ചയായ ഷൂട്ടിങ്ങിന്റെ പേരിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയെടുത്ത സിനിമ കൂടിയാണ്. ന്യൂയോർക്ക് സിറ്റിയിൽ താമസമാക്കിയ ഡോക്ടർ വില്യം ബിൽ ഹാർട്ട്ഫോർഡും ഭാര്യയായ ആലിസിൽ നിന്നുമാണ് സിനിമയുടെ കഥ ആരംഭിക്കുന്നത്. സിറ്റിയിലെ അറിയപ്പെടുന്ന ഡോക്ടറായ ബില്ലിന്റെ പേഷ്യന്റാണ് വിക്ടർ സിഗ്ലർ. വളരെ സമ്പന്നനായ അദ്ദേഹം നടത്തുന്ന ക്രിസ്മസ് പാർട്ടിയിൽ വെച്ച് തന്റെ മെഡിക്കൽ സ്കൂൾ ക്ലാസ്മേറ്റായ നിക് നൈറ്റിംഗലിനെ ബിൽ കണ്ടുമുട്ടുന്നു. മെഡിക്കൽ സ്കൂളിൽ നിന്നും ഡ്രോപ്പ് ഔട്ടായ നിക്കുമായുള്ള കണ്ടുമുട്ടൽ സിനിമയുടെ ഗതി തന്നെ മാറ്റിമറിക്കുന്നുണ്ട്. പുറം കാഴ്ചയിൽ അസൂയാവഹമായ സ്വസ്ഥ കുടുംബജീവിതം നയിക്കുന്ന ദമ്പതികൾ മാനസികമായി ഏറെ അകലെയാണെന്ന് ചില രംഗങ്ങൾ വിളിച്ചോതുന്നുണ്ട്. ക്രിസ്മസ് പാർട്ടിക്ക് ശേഷമുള്ള സംഭാഷണത്തിൽ തന്റെ സെക്ഷൽ ഫാന്റസി തുറന്നു പറയുന്ന ആലിസിന്റെ പെരുമാറ്റത്തിൽ ദേഷ്യപ്പെട്ട് വീട് വിട്ടിറങ്ങുന്ന ബില്ലിന്റെ മാനസിക യാത്രയാണ് കഥയുടെ പ്രധാന പ്രമേയം. ഈ യാത്രയിൽ ആദ്യ വഴികാട്ടിയായ നിക് പരിചയപ്പെടുത്തുന്ന ഒരു രഹസ്യ സമൂഹത്തിന്റെ സങ്കേതങ്ങൾ കാണിക്കുന്ന രംഗങ്ങൾ നിഗൂഢമായ ഒരാവേശം പ്രേക്ഷകരിൽ ഉണർത്തുന്നവയാണ്. സിനിമയിലെ കേന്ദ്ര കഥാപാത്രങ്ങളായ ദമ്പതികളുടെ വിശ്വസ്തത, അവരുടെ സ്വതന്ത്രമായ ലൈംഗിക ആഗ്രഹങ്ങൾ, അവർക്കിടയിലെ വൈരുദ്ധ്യങ്ങൾ എന്നീ വിഷയങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും അധികാരത്തിന്റെയും ചില രഹസ്യ സമൂഹങ്ങളുടെയും ആചാരങ്ങളും കീഴ്വഴക്കങ്ങളും സിനിമ ചർച്ച ചെയ്യുന്നുണ്ട്. സ്വപ്നമോ യാഥാർത്ഥ്യമോ എന്ന് സംശയം ജനിപ്പിക്കുന്ന രീതിയിലുള്ള ആഖ്യാന ശൈലികളും രംഗങ്ങളും സിനിമയ്ക്ക് സൈക്കോളജിക്കൽ മിസ്റ്റീരിയസ് സ്വഭാവം കൊടുക്കുന്നുണ്ട്. മുന്നിൽ നടന്നുകൊണ്ടിരിക്കുന്ന സത്യങ്ങൾ അംഗീകരിക്കാൻ സമ്മതിക്കാതെ ഉള്ളിലുള്ള ഭയത്തെ, ആശയക്കുഴപ്പത്തെ, ബന്ധങ്ങളെ ഉൾക്കൊള്ളാതെ ഇവയ്ക്കു നേരെ കണ്ണടയ്ക്കാൻ വെമ്പുന്ന ബിൽ എന്ന കഥാപാത്രത്തിലൂടെയാണ് ഐസ് വൈഡ് ഷട്ട് എന്ന സിനിമ പുരോഗമിക്കുന്നത്. ബില്ലിന്റെ കണ്ണുകളിലൂടെ നാം കാണുന്ന യാത്രയിൽ പലതും സ്വപ്നമാണോ എന്ന് പിന്നീട് സംശയം ജനിക്കുന്നുണ്ട്. അതിനുതകുന്ന രീതിയിലുള്ള ലൈറ്റിങ്ങുകളും ക്യാമറ ആംഗിൾസുമാണ് കുബ്രിക്ക് ഉപയോഗിക്കുന്നത്. ഭാര്യയുമായുള്ള തർക്കത്തിനു ശേഷമുള്ള യാത്രയിൽ മാനസിക സംഘർഷം അനുഭവിക്കുന്ന ബിൽ എന്ന കഥാപാത്രത്തെ മനോഹരമായാണ് ടോം ക്രൂസ് അവതരിപ്പിച്ചിരിക്കുന്നത്. സയൻസ് ഫിക്ഷൻ, ആക്ഷൻ മൂവികളിൽ തന്റെ കഴിവുകൾ തെളിയിച്ച അദ്ദേഹത്തിന്റെ മറ്റൊരു മുഖമാണ് ഐസ് വൈഡ് ഷട്ടിൽ കാണാനാവുക. ആലിസിന്റെ വേഷം തകർത്താടിയ നിക്കോൾ കിഡ്മാൻ കഥാപാത്രത്തിന്റെ മാനസികാവസ്ഥയെ വ്യക്തമാക്കി തരുന്നുണ്ട്. റിലീസ് ചെയ്യപ്പെട്ട വർഷത്തിൽ ഇറോട്ടിക് ത്രില്ലർ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയ സിനിമയെ പഠന വിഷയമാക്കുമ്പോഴാണ് സംവിധായകന്റെ ആഖ്യാന ശൈലിയും സിനിമയിലുള്ള ഹിഡൻ ഡീറ്റെയിൽസും നമുക്ക് മനസ്സിലാകുന്നത്. മനുഷ്യന്റെ ലൈംഗിക ആസക്തിയെയും ആഗ്രഹങ്ങളെയും ചിത്രീകരിച്ചിരിക്കുന്നതിനാൽ 18 വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രമാണ് സിനിമ അനുയോജ്യം. ലെജൻഡറി സംവിധായകനായ സ്റ്റാൻലി കുബ്രിക്കിന്റെ ജീവിതത്തിലെ അവസാന കലാസൃഷ്ടിയായ ഈ സിനിമ തീർച്ചയായും എല്ലാ സിനിമാ പ്രേമികളും കണ്ടിരിക്കേണ്ട ഒന്നാണ്. ഓരോ തവണ കാണുമ്പോഴും പുതിയ അർത്ഥതലങ്ങൾ ഒരുക്കുന്ന ഐസ് വൈഡ് ഷട്ട് അദ്ദേഹത്തിന്റെ മികച്ച സിനിമകളിൽ ഒന്നാണ്.